സർ, ഞാൻ ഈ ധനവിനിയോഗ ബില്ലിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ്. സർ, നമ്മുടെ നാട് കേരളം ഇന്ത്യ സ്വാതന്ത്ര്യം നേടി 10 വർഷത്തിന് ശേഷമാണ് കേരളത്തിൽ ആദ്യമായി ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത്. നമുക്കെല്ലാം അറിയാം, 1957 ലോകത്താദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് ബാലറ്റ് പെട്ടിയിലൂടെ അധികാരത്തിൽ വന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ്. അതിന് നേതൃത്വം കൊടുത്ത EMSൻ്റെ എല്ലാ നിലയിലുമുള്ള മുൻകൈ, മേൽക്കൈ ആ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ നിഴലിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ സുരക്ഷാ രംഗത്തും ഏറ്റവും പിറകിൽ നിന്നിരുന്ന നാടായിരുന്നു 57 കേരളം. എന്നാൽ ആ കേരളത്തിൽ ഇന്നിവിടെ പ്രതിപക്ഷ നേതാവ് പറയുകയാണ് 1980 വരെയുള്ള കാലത്ത് ഏതാണ്ട് 8 വർഷത്തിൽ താഴെ മാത്രം ഭരിച്ച LDFനോ ഇടതുപക്ഷത്തിന് എന്ത് സംഭാവനയാണ് കേരളത്തിന് നൽകാൻ കഴിഞ്ഞത് എന്നാണ്. കേരളം എന്ന സംസ്ഥാനം 56 നവംബർ 1 അങ്ങനെ പെട്ടെന്ന് പിറവി കൊണ്ടതല്ല. നമുക്കറിയാം, കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, മദ്രാസ് സ്റ്റേറ്റിൻ്റെ ഭാഗമായി നിന്നിരുന്ന ഒരു പ്രദേശം ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യം, അതിൻ്റെ തുടർച്ചയിൽ 1.25 കോടി മലയാളികൾ എന്ന EMSൻ്റെ ലേഖനം, അതിൻ്റെ തുടർച്ചയിൽ കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന് പറയുന്ന ലേഖനം, പുസ്തകം, ആ നിലയിൽ കേരളം എന്ന സംസ്ഥാനം, ഭാഷാ സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച പ്രസ്ഥാനമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമെന്ന് ഈ നാടിൻ്റെ ചരിത്രം പരിശോധിക്കുന്നവർക്ക് മനസ്സിലാക്കാനാകും. ആ 8 വർഷത്തെ ഗവൺമെൻറ് കൊണ്ട് എന്തു നേട്ടമെന്നാണ് ചോദിക്കുന്നത്. 57 ഗവൺമെൻറ് മുന്നോട്ട് വെച്ച ഏറ്റവും സുപ്രധാനമായ ഒരു നീക്കം ഭൂപരിഷ്കരണ നയമായിരുന്നു. നമ്മുടെ നാട്ടിലെ മനുഷ്യനെ തൻ്റെ ഇടമുള്ളവനായി, തൻ്റേതായ ഇടമുള്ളവനാക്കി മാറ്റിയത് ഭൂപരിഷ്കരണ നയമായിരുന്നു. രാജ്യത്തെ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മലയാളിയെ അഭിമാനത്തോടുകൂടി നിവർന്നു നിൽക്കാനും നേരെ നടക്കാനും പ്രാപ്തനാക്കിയത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളായിരുന്നു. മറ്റൊന്ന് വിദ്യാഭ്യാസ ബില്ലാണ്. ആ രണ്ടിനും നേതൃത്വം നൽകിയ, അടിസ്ഥാനപരമായി കേരളത്തിൻ്റെ വളർച്ചയ്ക്ക്, മുന്നേറ്റത്തിന് സഹായകമായ നേതൃത്വം നൽകിയ, ശിലപാകിയ ആ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ എല്ലാ പണിയും ചെയ്തവരാണ് കേരളത്തിലെ ഇന്നത്തെ കോൺഗ്രസ് എന്ന് നമ്മുടെ നാടിന് നന്നായി തിരിച്ചറിയാൻ സാധിക്കും. ജന്മിത്വത്തിൻ്റെ അടിവേറിറക്കുകയും ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും മുന്നേറ്റത്തിന് നേതൃത്വം നൽകുകയും ചെയ്തത് LDFും അതിന് നേതൃത്വം നൽകുന്ന CPIMുമാണ് എന്നത് ബോധപൂർവം മറച്ചുവെക്കാനുള്ള നീക്കമാണ് ഇന്ന് നടക്കുന്നത് എന്ന് നാം കാണേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ ധനവിനിയോഗ ബില്ലിനെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന തെറ്റായ സമീപനത്തെ സംബന്ധിച്ച്, അർഹതപ്പെട്ട വിഹിതം കേരളത്തിന് നൽകാത്തതിനെ സംബന്ധിച്ച്, ഇവിടെ കേരളത്തിന് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഭാഗമായി പോലുമുള്ള വിഹിതം തരാത്തതിനെ സംബന്ധിച്ച് ഒരു 2 മിനിറ്റ് സമയം സംസാരിക്കാൻ പ്രതിപക്ഷ ഉപനേതാവ് ഉൾപ്പെടെയുള്ളവർ തയ്യാറാകുന്നില്ല എന്ന ഏറ്റവും അപമാനകരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുമ്പോൾ, ഉപരോധിക്കുമ്പോൾ, ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ള ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ രംഗത്തിന് കിട്ടേണ്ട പൈസ അത് വെട്ടിക്കുറയ്ക്കുമ്പോൾ, തരാതിരിക്കുമ്പോൾ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി പോലും നമ്മുടെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക്, അവർക്ക് ലഭിക്കേണ്ട ഏതാണ്ട് 800 കോടിയോളം രൂപ അത് തരാതിരിക്കുമ്പോൾ, ഇത്തരത്തിൽ കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന ഉപരോധ സമാനമായ ഈ സാഹചര്യത്തെ നാം ഒറ്റക്കെട്ടായി അതിജീവിക്കേണ്ടതുണ്ട്, അതിന് യോജിച്ച് തയ്യാറാകേണ്ടതുണ്ട് എന്ന ഒരു വിശാലമായ ഫെഡറൽ തത്വത്തിന്റെ പ്ലാറ്റ്ഫോമിൽ പോലും കേരളത്തിലെ കോൺഗ്രസിന് നിൽക്കാൻ കഴിയില്ല എന്ന അപമാനകരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കോർപ്പറേറ്റുകളുടെ കിട്ടാക്കടം എഴുതി തള്ളുകയാണ് രാജ്യത്തെ ഗവൺമെന്റ്. 82.6 ലക്ഷം കോടി രൂപയാണ് കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ കടം കിട്ടാക്കടമായി എഴുതി തള്ളിയത് എന്ന് നാം കാണണം. ഈ സംഖ്യ ഉണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് എത്രയോ വർഷക്കാലത്തേക്ക് സൗജന്യമായി ഇന്ത്യയിലെ എല്ലാ മനുഷ്യർക്കും ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യാൻ സാധിക്കും. രാജ്യത്തെ ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് വലിയ തോതിൽ മുന്നേറ്റത്തോടു കൂടി നയിക്കാൻ സാധിക്കും. തയ്യാറാകുന്നില്ല എന്നതാണ് നാം ഇതിന്റെ ഭാഗമായി മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ധനവിനിയോഗ ബില്ലുമായി ബന്ധപ്പെട്ട് ഒരു താരതമ്യത്തിന് ഒരു നിലയിലും അടിക്കുന്ന പക്ഷമല്ല ഇടതുപക്ഷം എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. UDFന്റെ കാലത്ത് 2016 കേരളത്തിന്റെ ആഭ്യന്തര വരുമാനം 26%. ഇപ്പോൾ LDFന്റെ കാലത്ത് സംസ്ഥാനത്തിന്റെ ആഭ്യന്തര തനത് വരുമാനം എന്ന് പറയുന്നത് 2025 73%. ആഭ്യന്തര വളർച്ചാ നിരക്ക് 2016 9.6%, 2025 അത് 17.6%.
മൊത്തം ആഭ്യന്തര ഉൽപാദനം 2016 5.6 ലക്ഷം കോടി, 2025 അത് 13.11 ലക്ഷം കോടി. പ്രതിശീർഷ വരുമാനം 2016 1.48 ലക്ഷം. ഇപ്പോ കേരളത്തിന്റെ പ്രതിശീർഷ വരുമാനം 2.28 ലക്ഷം. മറ്റൊന്ന് വ്യവസായ രംഗമാണ്. നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള നിക്ഷേപങ്ങളുടെ, കേരളത്തിലെ ആകെ നിക്ഷേപത്തിന്റെ 35%, കേരളത്തിലെ ആകെ തൊഴിലവസരങ്ങളുടെ 40% ഈ കഴിഞ്ഞ 3 വർഷം കൊണ്ടുണ്ടായതാണ് എന്നത് വസ്തുതകൾ പറയും. അത് ക്യാപ്സ്യൂൾ അല്ല, വസ്തുതകളാണ്, സത്യമാണ്. സത്യാനന്തര കാലത്ത് സത്യം പ്രചരിപ്പിക്കാതിരിക്കുക, സത്യം പറയാതിരിക്കുക എന്നത് കേരളത്തിലെ കോൺഗ്രസും പ്രതിപക്ഷവും ഒരു നയമായി സ്വീകരിക്കുമ്പോൾ ഇത് പറയാതിരിക്കാനാവില്ല. 2016 സംസ്ഥാനത്തിന്റെ വ്യവസായ വളർച്ചാ നിരക്ക് 12%. 2025 അത് 17%. മാനുഫാക്ചറിംഗ് സെക്ടറിൽ 2016 9.8%. 2025 അത് 14%. സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ UDF-ന്റെ കാലത്ത് 82,000, LDF 5 വർഷം കൊണ്ട് 1,40,000. വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ കേരളം 28-ൽ നിന്ന് 15-ാം സ്ഥാനത്ത്, 15-ൽ നിന്ന് 1-ാം സ്ഥാനത്ത്. കേരളം വളരുമ്പോൾ അതിൽ അഭിമാനിക്കുന്നതിന് പകരം ആ കണക്ക് ശരിയല്ല എന്ന് പറയാൻ, സ്ഥാപിക്കാൻ മുന്നിട്ട് നിൽക്കുന്നവരായി കേരളത്തിന്റെ പ്രതിപക്ഷമായി, കേരളത്തിലെ ഗവൺമെന്റിന്റെയല്ല ഈ നാടിന്റെ പ്രതിപക്ഷമായി, വികസനത്തിന്റെ, മുന്നേറ്റത്തിന്റെ, നന്മയുടെ, നേരിന്റെ പ്രതിപക്ഷത്ത് ഞങ്ങളുണ്ട് എന്ന് പറയുന്നവരായി കേരളത്തിലെ പ്രതിപക്ഷം മാറുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ UDF-ന്റെ കാലത്ത് 8 ലാഭത്തിൽ, LDF-ന്റെ കാലത്ത് 17 ലാഭത്തിൽ. 2023 നമ്മുടെ സംസ്ഥാനം ഒരു വ്യവസായ നയം അംഗീകരിക്കുന്നത്. വ്യവസായ നയം കേരളത്തിൽ കൊണ്ടുവന്നതിന്റെ ഭാഗമായി വലിയ മാറ്റമുണ്ടായി. അതിന്റെ കൂടി തുടർച്ചയാണ് വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ കേരളം ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തെത്തിയത്. ഇപ്പോഴിതാ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് കേരളത്തിലെ ഗവൺമെന്റ് വ്യവസായ വകുപ്പ് മുൻകൈയെടുത്ത് നടത്തുകയാണ്. ആദ്യ ഇന്റർനാഷണൽ ജൻ AI കോൺക്ലേവ് കേരളം സംഘടിപ്പിക്കുകയാണ്. കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി അതിന്റെ അനുമതി നേടിയെടുത്ത സംസ്ഥാനമായി കേരളം മാറി. ഗ്രാഫീൻ പാർക്കിനായിട്ട് 10 ഏക്കറോളം സ്ഥലം, 60,000 ചതുരശ്ര അടി അത് ബിൽഡപ്പ് ചെയ്ത് ഒറ്റപ്പാലം കിൻഫ്രയിൽ അത് നീക്കിവെക്കുന്ന നിലയിലേക്ക് മാറി. കേന്ദ്രം പൊതുമേഖല വിൽക്കുന്ന സമീപനം സ്വീകരിക്കുമ്പോൾ കേരളം കേന്ദ്രം വിൽക്കുന്ന പൊതുമേഖലാ സ്ഥാപനം ഏറ്റെടുക്കുന്ന ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി ലേലത്തിൽ പങ്കെടുത്ത് അത് വാങ്ങി കേരള പേപ്പർ പ്രൊഡക്ട്സ് ലിമിറ്റഡ് എന്ന പേരിൽ വിജയകരമായി നടത്തി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചാന്ദ്രയാൻ 3 ദൗത്യത്തിൽ KMML-ഉം കെൽട്രോണും ഉൾപ്പെടെ 5 പൊതുമേഖലാ സ്ഥാപനങ്ങൾ പങ്കാളിയാകുന്ന അഭിമാനകരമായ കാഴ്ച നാം കാണുകയുണ്ടായി. ആദിത്യ L1 മിഷനിലും കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഭാഗമായി. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ ലോകത്തെ ഏറ്റവും വലിയ വേദിയായ അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നൽകുന്ന ഇന്നവേഷൻ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന അംഗീകാരം സംരംഭക വർഷം പദ്ധതിക്ക് ലഭിക്കുകയുണ്ടായി. 82 വർഷത്തെ ഈ സംഘടനയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പദ്ധതിക്ക് അംഗീകാരം നേടുന്നത് എന്ന് നമുക്ക് കാണാനാകും. ആരോഗ്യരംഗത്ത് 2016 ബജറ്റിലെ വിഹിതം 665 കോടി രൂപ. 2025 ബജറ്റിലെ വിഹിതം 2,500 കോടി രൂപ. അഭിമാനകരമായ നേട്ടം കേരളം കൈവരിക്കുകയാണ്. ഞങ്ങളുടെ മുൻഗണന വിദ്യാഭ്യാസത്തിനാണ്, ആരോഗ്യത്തിനാണ്, ക്ഷേമ പദ്ധതികൾക്കാണ്, നാടിന്റെ വികസനത്തിനാണ്, സർവ്വതോന്മുഖമായ വളർച്ചയ്ക്കാണ് എന്ന് വ്യക്തമാക്കുകയാണ് കേരളം ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. നമുക്കത് കാണാൻ സാധിക്കും. UDF-ന്റെ കാലത്ത് 2011-16 30,000 വീട്, LDF-ന്റെ കാലത്ത് 8 വർഷം കൊണ്ട് 4,10,000 വീടുകൾ പൂർത്തിയാക്കുന്നു. പൊതുവിതരണ സമ്പ്രദായത്തിൽ UDF-ന്റെ കാലത്ത് 5 വർഷം കൊണ്ട് 5,247 കോടി രൂപ നീക്കിവെക്കുമ്പോൾ LDF 10,697 കോടി രൂപ നീക്കിവെക്കുന്നു. ഏറ്റവും കുറവ് വിലക്കയറ്റമുള്ള സംസ്ഥാനമായി കേരളം മാറി. PSC നിയമനത്തിന്റെ കാര്യത്തിൽ 2011-16 1,49,000 നിയമനം, LDF സർക്കാർ 2,27,800 നിയമനം രാജ്യത്ത് നടത്തി. രാജ്യത്ത് PSC മുഖേന നടത്തുന്ന നിയമനങ്ങളുടെ 40% കേരളത്തിലാണ് എന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കും. 24 കോടി ജനസംഖ്യയുള്ള UP-യിൽ 4,120 നിയമനം, 140 കോടി ജനസംഖ്യയുള്ള ഇന്ത്യയിൽ UPSC മുഖേനയുള്ള നിയമനം എന്ന് പറയുന്നത് 1,00,000-ൽ താഴെയാണ് എന്ന് നാം കാണേണ്ടതുണ്ട്. ശുദ്ധജല വിതരണത്തിൽ 52.51 ഗ്രാമീണ വീടുകൾക്ക് കണക്ഷൻ ലഭ്യമാക്കുന്ന നാടായി നമ്മുടെ കേരളം മാറുകയാണ്. വിനോദസഞ്ചാര രംഗത്ത് അഭിമാനകരമായ നേട്ടം. ആഭ്യന്തര വരുമാനത്തിന്റെ 10%-ലധികം വിനോദസഞ്ചാര മേഖലയുടെ സംഭാവനയായി കേരളത്തിൽ മാറുന്നു.
ലോകത്ത് കണ്ടിരിക്കേണ്ട 50 സ്ഥലങ്ങളുടെ പട്ടികയിൽ കേരളവും ഇടം പിടിക്കുന്ന നിലയിലേക്ക് വളരെ ശ്രദ്ധേയമായ നീക്കം കേരളം നടത്തുകയാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി കേരളത്തെ മാറ്റാനുള്ള പരിശ്രമമാണ്. ആ പരിശ്രമത്തിന്റെ ഭാഗമായി 8 സർവകലാശാലകൾ, 359 കോളേജുകൾ നേക് അക്രഡിറ്റേഷന്റെ ഭാഗമായി മാറി. ഇന്ത്യയിലെ മികച്ച 300 കോളേജുകളിൽ എടുത്താൽ അതിൽ 71 എണ്ണം കേരളത്തിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സ്കൂൾ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇൻഡെക്സിൽ കേരളം 1ാമതായി നിൽക്കുന്നു. സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ പാഠപുസ്തകം നൽകുന്ന നാടായി നമ്മുടെ കേരളം മാറുന്നു. വൈദ്യുതി രംഗത്ത്, IT രംഗത്ത് ആകെ IT പാർക്കുകൾ, കേരളത്തിലെ IT പാർക്കുകൾ വഴിയുള്ള കയറ്റുമതി UDF കാലത്ത് 9,753 ആയിരുന്നെങ്കിൽ LDF കാലത്ത് അത് 20,000 കോടി രൂപയായി മാറി.